sorry. What's up YouTube? Hi, I'm Akash MS and welcome to my channel Home with me. Workout Home with me. ഈ കാണുന്ന വീഡിയോയിൽ നിന്നുള്ള ലോക്കിൽ നിന്ന് കുട്ടികൾക്കും സ്ത്രീകൾക്കും അതുപോലെ തന്നെ പ്രായമായവർക്കും ഒരു 50-60 വയസ്സൊക്കെ കഴിഞ്ഞ് ആരോഗ്യമൊക്കെ ക്ഷയിച്ചു തുടങ്ങിയ ആൾക്കാർക്കെല്ലാം എങ്ങനെ പെട്ടെന്ന് രക്ഷപ്പെടാം, അധികം പ്രാക്ടീസോ എക്സ്പീരിയൻസോ പവറോ ഒന്നുമില്ലാതെ എളുപ്പം എങ്ങനെ രക്ഷപ്പെടാമെന്നാണ് ഇന്നത്തെ വീഡിയോ. ആക്ച്വലി ഇതുപോലുള്ള പല വീഡിയോസ് നമ്മൾ ഇതിന് മുമ്പും കണ്ടിട്ടുണ്ട്. അതായത് ബൈക്കിലൊക്കെ പോകുമ്പോൾ പിന്നി കയറിയിട്ട് കഴുത്ത് ഞെരിക്കുന്നതും നടന്നു പോകുമ്പോൾ കൊല്ലുന്നതൊക്കെ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ദയനീയമായിട്ടുള്ള മരണത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം, നിങ്ങൾ പലതരത്തിലുള്ള വീഡിയോസ് ഇതിൻ്റെ കണ്ടിട്ടുണ്ടായിരിക്കാം. ആക്ച്വലി അതിലെല്ലാം പറയുന്നത് കുറച്ച് പവർഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രാക്ടീസിലൂടെ മാത്രം രക്ഷപ്പെടാൻ പറ്റുന്ന ട്രിക്കുകളാണ്. അപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ആരോഗ്യമുള്ള ഒരാൾക്ക്, സെൽഫ് ഡിഫെൻസിങ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ അത്തരം ലോക്കുകൾ പൊട്ടിക്കാൻ പറ്റത്തുള്ളൂ. ആ രീതിയിൽ ആ സ്റ്റൈലിൽ ലോക്കുകൾ പൊട്ടിക്കാൻ നല്ല രീതിയിൽ പ്രാക്ടീസോ ആരോഗ്യമുള്ള ആൾക്കാർക്ക് മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ചില വീഡിയോസ് കൺട്രോളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൈ കൊണ്ട് ഏതെങ്കിലും ഒരു വിരൽ, ഏതെങ്കിലും ഒരു ഫിംഗർ ഉയർത്തി മടക്കി വേദനിപ്പിച്ച് ഒപ്പോണനെ തളർത്തിയെടുക്കുക. ഇതാണ് ചില വീഡിയോസിൽ കണ്ടിട്ടുള്ളത്. എന്നിട്ട് ഫ്രണ്ടിലേക്ക് എറിഞ്ഞ് കളയുക. മറ്റ് ചില വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി സ്കില്ലാണ്. അതായത് ഒരു സ്റ്റെപ്പ് മാറി ഒപ്പോണനെ കാലിനിടയിൽ കുരുക്കിയിട്ട് തടയിലടിക്കുന്നത്. ഈ ഒന്നും നിങ്ങൾ ചില വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരിക്കാം. ആക്ച്വലി ഈ ടെക്നിക്കുകളെല്ലാം നല്ലൊരു ആരോഗ്യമുള്ള ഒരാളാണ് ഒപ്പോണെന്നെങ്കിൽ നടക്കുന്ന കാര്യമല്ല. ഫോർ എക്സാമ്പിൾ, വിരൽ റിലീസ് ചെയ്യുക എന്ന് പറയുന്നത് എല്ലാവരുടെയും വിരൽ നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. നിങ്ങൾക്കൊരു 5 സെക്കൻഡ് ടൈമുണ്ട്. ഞാൻ പിടിക്കുന്ന ഈ പിടുത്തത്തിൽ നിന്ന് വിരൽ റിലീസ് ചെയ്യണം. ഇടത്തേക്ക് ബാക്കി ഏതാ? ഓക്കെ, പിടിക്കും. കുഞ്ഞു വിരൽ പിടിച്ചാലും മതി. പാട് കാണാൻ കയ്യിൽ ഞാൻ ആക്ഷൻ ചെയ്തതല്ല. നല്ലൊരു ഫിംഗറിനൊക്കെ സ്ട്രോങ് ഉള്ള ഒരാളാണെങ്കിൽ ഒരിക്കലും നമുക്ക് അതിനൊക്കെ ഫിംഗർ റിലീസ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഈ പൊക്കിയെടുത്ത് തറയടിക്കുന്ന സംഭവമൊക്കെ നല്ല പിടുത്തമാണെങ്കിൽ, ലോക്ക് നല്ല സ്ട്രോങ് ആണെങ്കിൽ ഒരിക്കലും വരത്തില്ല. നമ്മുടെ കഴുത്തുകൂടി ഒടിഞ്ഞ് അതിൻ്റെ കൂടെ വരത്തേ ഉള്ളൂ. അത് മാത്രമല്ല നല്ല പ്രാക്ടീസ് ഉള്ള ഒരാക്കി അത് കറക്റ്റായിട്ട് ചെയ്ത് ഫലിപ്പിക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ട്രിക്ക് എന്ന് പറയുന്നത് അധികം പ്രാക്ടീസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ കൊച്ചു കുട്ടികൾക്ക് പോലും എങ്ങനെ ഈ ഒരു ലോക്കിൽ നിന്ന് രക്ഷപ്പെടാമെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ആക്ച്വലി ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഒപ്പോണന്റിനെ വേദനിപ്പിച്ച് കൈകൾ വിടിയിക്കാവുന്ന രണ്ട് പാർട്സേ ഉള്ള ഒന്ന് അവരുടെ ത്രോട്ടൽ പോയിന്റ്സ്, ത്രോട്ട് എന്ന് പറയുന്നത്. സെക്കൻഡ് അവരുടെ ഗ്രോയിൻ ബോൾസ്. ഈ 2 ഭാഗത്ത് പെയിൻ ഉണ്ടാക്കിയാൽ മാത്രമേ അവർ കൈ റിലീസ് ചെയ്യത്തുള്ളൂ. ഗ്രോയിൻ ബോൾസിൽ ഡിഫെൻഡ് ചെയ്യുന്നത് നിങ്ങൾ പല വീഡിയോയിൽ ഈ രീതിയായിരിക്കും കണ്ടിട്ടുള്ളത്. അതായത് കൈകൾ പിടിച്ചിട്ട് ബാക്കിലേക്ക് വലിച്ച് സൈഡ് മാറി ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് തട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒപ്പോണന്റിന് അതിനെക്കുറിച്ച് അവെയറുള്ള ആളാണെങ്കിൽ അയാൾ നമ്മൾ മാറുന്നതനുസരിച്ച് നമ്മുടെ കൂടെ മാറും. അതായത് ഇപ്പോൾ ഞാൻ വലിച്ച് താത്തോട്ട് പിടിച്ചു, മാറുമ്പോഴത്തേനും അയാൾ എൻ്റെ കൂടെ മാറി വരും. എനിക്ക് കിട്ടത്തില്ല. അപ്പോൾ ഇത് സഡൻ ആക്റ്റാണ്. സഡനായിട്ട് പെട്ടെന്ന് മാറി ചെയ്യുക. അത് നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്കേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഒപ്പോണൻറ്റും അതേ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിൽ അയാൾ അതേപോലെ തന്നെ മാറി വരും. സിമ്പിൾ ടെക്നിക്കാണ്, ഒന്നുമില്ല. ഈ കൈ മാറി ശരീരം മാറ്റിയുള്ള അടിക്ക് പകരം ഇതേ പൊസിഷനിൽ നിന്നുകൊണ്ട് തന്നെ ഗ്രോയിൻ ബോൾസിനെ പരമാവധി വേദനപ്പെടുത്തുക. അതായത് അത് ഞെരടി പൊട്ടിക്കുക. അത്രേ ഉള്ളൂ. കാര്യം നിങ്ങളെ കൊല്ലാൻ വരുന്ന ആളാണ്. ഒരു ദയം ദാക്ഷിണ്യം കാര്യം നാണക്കേടൊന്നും വിചാരിക്കുന്നത് നിങ്ങളുടെ ജീവനാണ് വരുന്നത്. അല്ലാതെ മാറി അടിക്കാനോ പിടിക്കാനോ നിന്ന് കഴിഞ്ഞാൽ ആ സമയം കൊണ്ട് നിങ്ങളുടെ കഥ തീരും. അതുകൊണ്ട് മാക്സിമം പെയിൻ ചെലുത്തി അയാളെ കൈ റിലീസ് ചെയ്യിക്കുക. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രോട്ടാണ്. ത്രോട്ടിലൊരു അറ്റാക്കിംഗ് ഉണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിടിച്ചാൽ നിങ്ങൾ ലോക്ക് ചെയ്യുമ്പോഴത്തേനും ഫസ്റ്റ് ടൈം ആക്ഷനാണിത്. അതായത് കുറേ ഒന്നും വെയിറ്റ് ചെയ്ത് ഒറ്റപ്പെടുത്തത്തിൽ പിടി കിട്ടണം. നിങ്ങളുടെ ഈ 3 വിരലുകളുണ്ട്, അല്ലെങ്കിൽ 2 വിരലുകളുണ്ട്. 2 വിരലുകൾ നല്ല പവർ ഉള്ളതാണെങ്കിൽ 2 വിരലുകൾ ഇനഫാണ്. ഇതുകൊണ്ടിട്ട് ഒപ്പോണന്റിൻ്റെ ത്രോട്ടിൽ പിടിക്കുന്നത്. അതും ആ ഒരു ഒറ്റപ്പിടിയിൽ, അതായത് അയാൾ കഴുത്തിന് കൂടുതൽ മസിൽ ചെലുത്തുന്നതിന് മുമ്പ് തന്നെ ഒറ്റപ്പിടിയിൽ മാക്സിമം പ്രസ് ചെയ്യിക്കണം. അകത്തേക്ക് പ്രസ് ചെയ്യുക, അകത്തേക്ക് മുറുക്കിയിട്ട് പ്രസ് ചെയ്യുക. അപ്പോൾ അയാൾ കൈ മാറ്റി കഴുത്ത് എങ്ങനെയാലും ബാക്കിലേക്ക് വലിക്കും. കൈ മാറ്റാതെ കഴുത്ത് ബാക്കിലേക്ക് വലിക്കാനും പറ്റത്തില്ല. നമ്മുടെ ബോഡിയോട് മാക്സിമം അവർ ചേർന്നിരിക്കുക. ലോക്കിടുമ്പോൾ മാക്സിമം ചേർന്നിരിക്കുക. ഈ സമയത്ത് അയാൾക്ക് മാറിപ്പോകത്തില്ല. കഴുത്ത് മാറ്റാനോ പിരിക്കാനോ ഒക്കത്തില്ല. നല്ല രീതിയിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കൈ മാറ്റുകയല്ല, നിവർത്തിയിലാണ്. വളരെ സിമ്പിളായിട്ടുള്ള ടെക്നിക്കാണ്, വളരെ സിമ്പിളാണ്. ത്രോ ടെക്നിക്ക് എന്ന് പറയുന്നത് കുട്ടികൾക്കുൾപ്പെടെ എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ കുട്ടികളാണെങ്കിൽ, നിങ്ങൾ ഹൈറ്റ് കുറഞ്ഞ കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ടെക്നിക്കുണ്ട്. അതായത് നിങ്ങളെ ഇങ്ങനെ ഒപ്പോണന്റ് പിടിക്കുമ്പോഴത്തേനും ഒരിക്കലും അവർ നിങ്ങളുടെ ഹൈറ്റിനൊത്ത് താന്നായിരിക്കില്ല പിടിക്കുന്നത്. നിങ്ങളെ പിടിച്ച് പൊക്കി വെക്കുകയായിരിക്കും ചെയ്യുന്നത്. മാക്സിമം ഹൈറ്റ് പൊക്കും. അപ്പോൾ നിങ്ങളുടെ കാലുകൾ എയറിലായിരിക്കും. കുട്ടികളാണെങ്കിൽ ആ സമയത്ത് കുട്ടികളെ നിങ്ങൾ ചെയ്യേണ്ടത് കാലുകൾ ഫ്രണ്ടിലേക്ക് വലിച്ച് ബാക്കിലേക്ക് കിക്ക് ചെയ്യുക. ആഞ്ഞ് കിക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ പെയിൻ കാരണം അവർ നിങ്ങളെ റിലീസ് ചെയ്യും.
ഇങ്ങനെ ലോക്ക് ടൈറ്റായിട്ട് വീണ് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ മാക്സിമം ഒരു 15 സെക്കൻഡേ കാണും. അതായത് നിങ്ങൾക്ക് റിയാക്ട് ചെയ്യാനായിട്ടുള്ള ടൈം ഒരു 15 സെക്കൻഡേ കാണും. അത് കഴിഞ്ഞാൽ നമ്മൾ അൺകോൺഷ്യസ് ആയി തുടങ്ങും. 15 സെക്കൻഡ് കഴിയുമ്പോഴത്തേനും പെയിൻ കാരണം നമ്മുടെ മസിൽസ് എല്ലാം ലൂസ് ആവാൻ തുടങ്ങും. അല്ലെങ്കിൽ നമുക്കൊന്നും ടൈറ്റ് ചെയ്യാൻ അങ്ങനെ പറ്റത്തില്ല. അതുകൊണ്ട് ഈ 15 സെക്കൻഡിനുള്ളിൽ നിങ്ങൾ എസ്കേപ്പ് ചെയ്തോണം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അവർ ബാക്കിലേക്ക് പുഷ് ചെയ്ത് നിങ്ങൾക്ക് ഗ്രൗണ്ടിൽ കാല് ഗ്രിപ്പ് ചെയ്തോളം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് പൊക്കിക്കണം. ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ നിങ്ങൾക്ക് തട്ടാൻ നോക്കിക്കഴിഞ്ഞാൽ. സോ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാക്സിമം പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് മാക്സിമം പെയിൻ കൊടുക്കുക. അതായത് നിങ്ങളെ എത്ര ഹൈറ്റ് പൊക്കിയാലും നിങ്ങൾക്ക് സിമ്പിളായിട്ട് പ്രസ് ചെയ്യാൻ പറ്റും. അവർ പെയിൻ കാരണം വിട്ടിരിക്കും. അടുത്തതായിട്ട് ത്രോ ടെക്നിക്ക് എങ്ങനെയാണെന്ന് ഒന്ന് പ്രാക്ടിക്കലി കാണിച്ചു തരാം. റിയൽ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്ത് മാക്സിമം പൊക്കിക്കും. വളരെ എഫക്റ്റീവാണ്, 100%. ആക്ച്വലി ഞാൻ ഈ വീഡിയോ ചെയ്ത ടെക്നിക്കുകളെല്ലാം ഒട്ടും പ്രാക്ടീസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു ബിഗിനർക്ക് പോലും, അല്ലെങ്കിൽ ഒരു സാധാരണ ഏതൊരാൾ വീട്ടമ്മയ്ക്കോ സ്ത്രീകൾക്കോ കുട്ടികൾക്കോ പോലും ചെയ്യാൻ പറ്റുന്ന, രക്ഷപ്പെടാൻ പറ്റുന്ന എഫക്റ്റീവായിട്ടുള്ള ടെക്നിക്കാണ്. ഇപ്പോൾ നിങ്ങൾ നല്ലൊരു പ്രൊഫഷണൽ ആണെങ്കിൽ ഞാൻ ആദ്യം കാണിച്ച പോലെ ടെക്നിക്കുകളൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ അത് ഫലപ്രദമാവുന്നില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് സേവിങ് ടെക്നിക്കായിട്ട് ഇത് തന്നെ യൂസ് ചെയ്യണം. 100% എഫക്റ്റീവാണ്. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. അതുപോലെ തന്നെ ഫർദർ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടപ്പുറത്തെ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.